മേഘ, ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഒരു നിരുപാധികമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ് ഇന്ന് സഭയിൽ കണ്ടത്. അതായത് മദ്യനയത്തിലുള്ള ധനബില്ലിൽ നിന്ന് ചർച്ചയിൽ നിന്ന് ഒഴിവാങ്ങി സഭ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ ഇന്ന് കണ്ടു. എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇതുപോലൊരു ഭീരുത്വപരമായുള്ള ഒരു നടപടി സ്വീകരിച്ച്? ഇതിനെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് അവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, ഇപ്പോൾ ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം സർക്കാരിന് അതിൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഈ നികുതി ഘടന എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതിനായി ഒരു ധനകാര്യ ബില്ലുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുകയാണ്, ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ എങ്ങനെയാണ് ഒരു ധനകാര്യ ബില്ല് പാസ്സാക്കുന്നതെന്ന് KN ബാലഗോപാലും അതുപോലെ തന്നെ പ്രതിപക്ഷവും കാര്യമായിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ VD സതീശൻ കൃത്യമായ മറുപടി കൊടുക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാൽ ഇത്തരത്തിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഒരു ധനകാര്യ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ചട്ടവിരുദ്ധമോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതോ ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ലാത്തതോ ആയ കാര്യമല്ല. ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. സ്പീക്കർ അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഉത്തരവില്ലാത്തൊരു പ്രതിപക്ഷത്തെ നമ്മൾ കാണുകയാണ്. ഇനി വീണ്ടും നമ്മൾ മദ്യനയം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണ്. എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദം? അതായത് ഏറ്റവും കൂടുതൽ മദ്യം ഈ ഒരു കേരളത്തിൽ കുത്തൊഴുക്കായിരിക്കും. ഈ കേരളത്തിൽ ആകെ ഒരു മദ്യപ്പുഴ തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് കൊടുത്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു കൂടുതൽ പ്രതിഫലം കൈക്കൂലി ഈ ഒരു ബെക്കാടി എന്ന കമ്പനിയിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട് സർക്കാർ എന്നുള്ള ആരോപണവും ഈ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ ഒരു പ്രതിപക്ഷത്തിനെതിരെ തന്നെ കൊള്ളുന്ന ഒരു അമ്പായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നോർമൽ തിങ്കിങ്ങിൽ നിന്ന് വരുന്ന ഒരു വാദമാണ്. അതായത് മദ്യത്തിന്റെ നികുതി കുറച്ചാൽ മദ്യത്തിന്റെ വില കുറയും. മദ്യം വില കുറഞ്ഞു കിട്ടിയാൽ കൺസംഷൻ കൂടുമല്ലോ, അപ്പോൾ കേരളം മദ്യപാനികളുടെ സംസ്ഥാനമായി മാറില്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കേണ്ടി വരും, എത്ര ബാറുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ, നിങ്ങൾ എത്ര ബാറുകൾ തുറന്നു, എന്തുമാത്രം മദ്യമാണ് വിറ്റഴിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഒരു നികുതി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം തന്നെയാക്കി ബിവറേജസ്. അതെ, പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ വില കുറയ്ക്കുവാണെങ്കിൽ എവിടെ നിന്നാണ് വരുമാനം വരുന്നതെന്ന് പോലും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലാത്ത VD സതീശൻ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ ഈ നികുതി ഇളവ് കൊടുക്കുന്നു അല്ലെങ്കിൽ നികുതി കുറയ്ക്കുന്നു എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിനാണ്. ബിയർ പോലെ, വൈൻ പോലെ, അല്ലെങ്കിൽ ഈ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ മദ്യം, അതായത് ഈ ആൽക്കഹോൾ കണ്ടന്റ് കുറഞ്ഞ 20% കുറഞ്ഞ മദ്യത്തിന് മാത്രമാണ് നികുതി കുറയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 20% ആൽക്കഹോൾ കണ്ടന്റ് മാത്രമുള്ള മദ്യം ഒരു വ്യക്തി കഴിക്കുന്നതാണോ അതോ 40% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം കൺസ്യൂം ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? സംസ്ഥാനത്തെ സംബന്ധിച്ച് കുറവ് കഴിക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞ ആരോഗ്യവും നിലനിർത്താം, വില കുറവായതുകൊണ്ട് വലിയൊരു വിഭാഗം ഈ പറയുന്ന കുറഞ്ഞ നികുതിയുള്ള മദ്യത്തിലേക്ക് വരില്ലേ. അപ്പോൾ ആൽക്കഹോൾ കൺസംഷന്റെ കാര്യം കുറവായി തന്നെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ വില കുറച്ച് പണം ഈ പറഞ്ഞ മദ്യത്തിലേക്കും ബാക്കി പണം മറ്റ് വ്യവസായ മേഖലകളിലേക്കും, ഇപ്പോൾ ഫുഡോ അല്ലെങ്കിൽ ബാക്കി വസ്ത്രമോ അല്ലെങ്കിൽ ബെറ്റർ ലിവിങ് സ്റ്റൈലിലോ മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത്തരത്തിലൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു അവലോകനമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനയം നല്ലതാണെന്ന് ഈ പറഞ്ഞ ഭരണപക്ഷം പറയുന്നു. VD സതീശൻ അതിനെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിന് ഇതിനെ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വാദഗതികളോട് എതിർപ്പുണ്ടാകും. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയണ്ടേ? ഈ പറഞ്ഞ ക്രിയാത്മകമായി ഇന്ന പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എന്ന് അക്കമിട്ട് പറയാൻ കഴിയണ്ടേ? ഇപ്പോൾ എല്ലാവരും കൂടുതൽ കുടിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ വേഗമായിട്ടുള്ള ഈ പറഞ്ഞ ന്യായീകരണങ്ങൾ, പോയിന്റ്ലെസ് ആയിട്ടുള്ള
കാര്യങ്ങളാണ് ഇതുവരെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ന്യായീകരണങ്ങൾ പറയാതെ അതിന് കൃത്യമായിട്ട് ഒന്ന് അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാകില്ലായിരുന്നു. ഈ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ വാക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് വോർ നടക്കുന്നത്. നിയമസഭയിൽ കയറി കൃത്യമായ കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനോ പറയാനോ ആർക്കും കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കുട്ടന്മാർ, നമ്മുടെ പഴയ കുട്ടി സഖാക്കന്മാർ എല്ലാം എഴുതി വിടുന്നു എന്നതിനേക്കാൾ ഉപരി നിയമസഭയിൽ ഇത് കഴിയുന്നില്ല. ഈ മദ്യനയത്തിൽ ഏതൊരു സംസ്ഥാനം, ഏതൊരു രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്കിയാലും മദ്യത്തിന്റെ വില കുറയുമ്പോൾ അവിടേക്ക് ടൂറിസം ആകർഷണം കൂടും. ഈ പറഞ്ഞ കാര്യത്തിന് ഒരു വൈഡർ ക്യാൻവസ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ വിഴിഞ്ഞത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഒരു വൈഡർ ക്യാൻവസ് ഉണ്ട്. ഇതിൽ മെച്ചമുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ബെവറേജിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടണം, വരുമാന സ്രോതസ് അതായിരിക്കണം, ഏറ്റവും വലിയ വരുമാന മാർഗം അതായിരിക്കണം എന്ന് വാശി പിടിക്കാതെ അതിൽ നിന്ന് ബൈ പ്രോഡക്ട്സ് ആയിട്ട് എന്തൊക്കെ കിട്ടുമോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടൂറിസം മേഖല വളരെ സ്വാഭാവികമായിട്ടും മാഹിയിലേക്ക് എന്തിനാണ് ജനങ്ങൾ ഇരച്ചെത്തുന്നത്? മദ്യത്തിന് വില കുറവായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോവയിലേക്ക് എന്താണ് ട്രിപ്പ് പോകുന്നത്? അവിടെ കുറെ ബീച്ചുകളുണ്ട്, കാണാൻ രസമുള്ള സ്ഥലങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ എന്താണ് മദ്യം സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്, ഫെനിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ചു ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ 9 വർഷം, കഴിഞ്ഞ 10 വർഷം എന്താണ് ചെയ്തത് എന്നതിനെ പറ്റി കൃത്യമായ റെക്കോർഡ് ഈ സംസ്ഥാനത്തുണ്ട്. ഈ പറഞ്ഞതുപോലെ 100-നകത്ത് ബാറുകൾ ഉണ്ടായിരുന്നിടത്തിൽ നിന്ന് 1000-ലേക്ക് ബാറുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബക്കാടി കമ്പനിക്ക് വേണ്ടിയിട്ട് വി ഡി സതീശൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ബാറുകളിൽ നിന്ന് നിങ്ങൾ എത്ര രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത്? ആരിൽ നിന്നൊക്കെ പണം കൈപ്പറ്റി? ആർക്കൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഗുണം ചെയ്തു കൊടുത്തതെന്നുള്ള ചോദ്യം തിരിച്ചു വരും. അതെ, എം പി രാജേഷിനായിരുന്നു ഏറ്റവും കൂടുതൽ സംശയം. വി ഡി സതീശന് ഈ ഒരു വീര്യം കുറഞ്ഞ മദ്യം ഇതിലൊരു അനുമതി നൽകിയതിൽ എത്ര കിട്ടി എന്നുള്ളത്. അത് എം പി രാജേഷിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല. അതെ, എനിക്കൊന്ന് ജിൻഡോ ജോൺ ആണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ ഡിസ്റ്റിലറി തുടങ്ങാൻ വാശി പിടിച്ചപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടി? അല്ലെങ്കിൽ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ എത്ര കിട്ടി? അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്രയും ബാറുകൾ തുറക്കാൻ അനുവദിച്ചപ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിക്കട്ടെ. ഇതിനൊന്നും ഉത്തരമില്ല. നിങ്ങൾക്കിതിനെ എത്ര വേണമെങ്കിലും ഡിഫെൻഡ് ചെയ്യാം. ഈ പറഞ്ഞ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഭരണപക്ഷത്ത് പോലും MLA-മാർക്ക് മുഖ്യമന്ത്രിയുമായിട്ടോ മറ്റ് മന്ത്രിമാരുമായിട്ടോ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ കഴിയണം. ഒരു റീസൺ, ദിസ് ഇസ് ദ റീസൺ ഐ എം സെയിങ്, ലൈക്ക് ഇതാണ് കാരണം, എനിക്ക് ഇത് കാരണമാണ് എനിക്കിത് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള കാര്യം കൃത്യമായി പറയാൻ പറ്റിയാൽ തീരാവുന്ന പ്രശ്നമാണ്. പക്ഷെ അത് കഴിയില്ല. അത് ക്യാപ്സ്യൂൾ കിങ്സ്, നമ്മുടെ കുട്ടി സഖാക്കന്മാർ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എഴുതി വിടും. നമ്മുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഇതൊക്കെ കൊണ്ടാണ്. ഇന്ന് അദ്ദേഹത്തിന് 12 മിനിറ്റോളം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനൊരു സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കാതെ തങ്ങൾക്കത് സംസാരിക്കാൻ താല്പര്യമില്ല, ഇതിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയാണെന്നുള്ള ഒരു രീതിയിലാണ് ഇവർ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ നാളെ നമുക്ക് കാണാം ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യധാര പത്രങ്ങളിൽ ഒരു വലിയൊരു എഡിറ്റോറിയൽ കാണാം. അതായത് UDF സർക്കാരിൻ്റെ ഒരു അഴിമതിയാണ് ഈ മദ്യ നയബില്ല്, ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു എഡിറ്റോറിയൽ തന്നെ നാളെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതെ, ഈ ദേശാഭിമാനിയിൽ മാത്രമല്ല, ഒരു 24 മണിക്കൂറിനുള്ളിൽ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ടല്ലോ, ഇപ്പൊ റഹീമിനെ പോലെ ഫേസ്ബുക്ക് പോരാളികളായ പല നേതാക്കളുടെയും ഫേസ്ബുക്ക് വോളുകളിൽ ഇതിനെപ്പറ്റി നെടുനീളൻ ഖണ്ഡകാവ്യം പ്രത്യക്ഷപ്പെടും എന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷെ നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അവിടെയാണല്ലോ ചർച്ച നടക്കുന്നത്. ചർച്ച നടക്കുന്നിടത്ത് ഇതിനെ എതിർക്കാനും ഇതിനെതിരെ പ്രതിഷേധിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതാണ്.